ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. കേരള സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം വിവിധങ്ങളായ ജനോപകാരമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പും ആയുഷ് ചെറുപുഴ പ്രാപ്പോൽ ഡിസ്പെൻസറികളുടെയും സഹകരണത്തോടുകൂടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഔഷധ വിതരണവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. ചടങ്ങിന് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷതയും ജൂനിയർ സൂപ്രണ്ട് അനിൽ കരിച്ചേരി സ്വാഗതവും ആശംസകൾ അർപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AC പൗലോസ്, ഡോക്ടർമാരായ റെജീന, ഡോക്ടർ പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികൾ കേവലം ആഘോഷ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് ജനോപകാരപ്രദമായിട്ടുള്ള ക്യാമ്പുകളും അദാലത്തുകളും മറ്റ് പരിപാടികളുമായി സംഘടിപ്പിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വിസ് മത്സരവും ചിത്രരചനാ മത്സരവും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും പുതിയ പുതിയ മാതൃകകൾ നടപ്പാക്കിക്കൊണ്ട് മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ച എന്നതിന് കൂടി കണ്ടുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള പല പദ്ധതികളും പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കുവാൻ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടുള്ള 4 മിഷനുകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് അതിൻ്റെ 4ാം വാർഷികം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ജനക്ഷേമകരമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടിയാണ് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുക. മെഡിക്കൽ ക്യാമ്പ്, അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരവും ക്വിസ് മത്സരവും. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ ഇനിയും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. കേരള ഗവൺമെൻറ് അതിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും ഒറ്റയ്ക്കും പരസ്പരം ചേർന്നും വിവിധങ്ങളായ പരിപാടികൾ നടത്തുകയാണ്. ജില്ലാതലത്തിൽ വലിയ എക്സ്പോയും മേളകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലും. കണ്ണൂർ ജില്ലയിൽ 8ാം തീയതി മുതൽ അത് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും പങ്കെടുക്കാനും കേരളത്തിൻ്റെ തനതായ വികസന മാതൃകകൾ കാണുന്നതിനും അത് മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ള അവസരം കുറവായതുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. നമ്മൾ ചെറുപുഴ പഞ്ചായത്തിൽ JS സൂചിപ്പിച്ചതുപോലെ 4 മിഷനുകളിലായി നടക്കുന്ന പ്രവർത്തനങ്ങൾ അഭിമാനത്തോടെ പറയാം, വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചെറുപുഴ. ചെറുപുഴയിലെ ഭരണസമിതി അതിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ മികവ്, അതായത് ലൈഫിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് നൽകി കഴിഞ്ഞു എന്ന പ്രഖ്യാപനം നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. വീട് പൂർത്തിയാവാത്തത് കൊണ്ടല്ല, ആ പ്രഖ്യാപനം നടത്താൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യമാണ്
ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ അടുത്ത ആഴ്ചയിൽ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തത് ആർദ്രം പദ്ധതിയാണ്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി പലവിധ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം അത് ഏറ്റെടുത്തുകൊണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളായ പൊളിങ്ങോ PHC, ആയുഷിൻ്റെ 2-3 സ്ഥാപനങ്ങൾ, പിന്നൊരു ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി, 2 ഹോമിയോ ഡിസ്പെൻസറികളും 2 ആയുർവേദ ഡിസ്പെൻസറികളുമാണ് പുറമേ ഉള്ളത്. ഈ 4 സ്ഥാപനങ്ങളെയും എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഭംഗിയായി പഞ്ചായത്ത് നോക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വരാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു വരികയാണ്. അതുകൊണ്ട് ആയുഷ് വകുപ്പും പഞ്ചായത്തുമായി ചേർന്ന് സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇന്നൊരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. രോഗപരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും പുറമെ സാധാരണയായി ആയുർവേദ ആശുപത്രികളിൽ നടത്താത്ത രക്തപരിശോധനയും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസവും SSAയുമായി ചേർന്ന് പഞ്ചായത്ത് നടത്തുന്ന പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരവും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രരചനാ മത്സരവുമാണ്. ഈ ക്വിസ് മത്സരത്തിലും ചിത്രരചനാ മത്സരത്തിലും സ്കൂളുകൾ ക്ലോസ് ചെയ്തതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ആളുകളെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്നാലും മിക്കവാറും സ്കൂളുകൾ അതിനോട് പരമാവധി സഹകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ചെറു പഞ്ചായത്തിൽ ഹോമിയോ PHC 2 ഹോമിയോ 2 ആയുർവേദം കുടിലോകത്തെ സംബന്ധിച്ച് 200 രോഗികളാണ് അവിടെ വന്നാൽ ഹോമിയോ വന്ന് മരുന്ന് മേടിക്കുന്ന ദിവസം. എല്ലാവരും ഒരു 500-400 ആളുകൾ ദിവസം ഈ മരുന്ന് മേടിക്കാൻ വരുന്നുണ്ട്. ഭക്ഷണത്തെക്കായി കൂടുതൽ തുക മരുന്ന് ചെലവഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അനുഭവത്തിലാണ്, ഭക്ഷണത്തിനല്ല, മരുന്നിനാണ് അനുബന്ധിച്ച് നടത്തുന്ന ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ കുറേയധികം പേര് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ചൊരു ക്യാമ്പായതുകൊണ്ട് തന്നെ ഡിസ്പെൻസറിയിലേക്ക് കാലക്കൂട്ടി നമുക്ക് അറിയിക്കാൻ പറ്റിയിട്ടില്ല ക്യാമ്പ് നടക്കുന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ആയുർവേദത്തിലൂടെ തുടക്കമെന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ പ്രധാനമായ വിഷയം തന്നെ. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുമുള്ളത്. രോഗം വരുന്നതിന് അല്ലെ രോഗത്തെ പ്രതിരോധിക്കാൻ ആയുർവേദത്തിലൂടെ തന്നെ ജീവിതശൈലിയെ രൂപപ്പെടുത്തുക. അതുപോലെ ഏത് രോഗം വന്നാലും അത് സങ്കീർണാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തുടക്കം തന്നെ ചികിത്സയ്ക്കായി ആയുർവേദത്തിലേക്ക് എത്തുക. നിങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും, അതായത് പഞ്ചായത്തിൻ്റെ 2 ഭാഗങ്ങളിലായി തന്നെ 2 ഡിസ്പെൻസറികളുണ്ട്. ഏറ്റവും ഇവിടെ തന്നെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ക്യാമ്പ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920775
57777.